വൃക്ഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അരയാലിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ദേശീയ വൃക്ഷം കൂടിയാണ് അരയാൽ. അനശ്വരനായ വൃക്ഷം എന്നൊരു വിശേഷണം കൂടി അരയാൽ മരത്തിനുണ്ട്. മൊറാസിയെ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ ശാസ്ത്രനാമം ഫൈക്കസ് റിലിജിയോസ എന്നാണ്. ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്നതും ഏകദേശം 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്നതുമായ ഒരു ഇലകൊഴിയും വൃക്ഷമാണ് അരയാൽ. അരയാൽ എന്ന ഈ വൃക്ഷം ഇന്ത്യയിൽ പല പേരുകളിലും അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഇത് പിപ്പാല എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ പിപ്പൽ, പിപ്പാല എന്നും ഇംഗ്ലീഷിൽ പിപ്പൽ ട്രീ, ഹോളി ഫിഗ്, സക്രീഡ് ഫിഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ആസാമീസിൽ ഇത് അഹന്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിയിൽ പിപ്പാലോ, പിപ്പാരോ, പിപ്ലോ എന്നിങ്ങനെയും കന്നഡയിൽ ബാസിരി, അശ്വത, അരളിമാര എന്നും അറിയപ്പെടുന്നു. തമിഴിൽ അശ്വർത്ഥൻ, അരസമാരം, അരസു എന്നിങ്ങനെയാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. നേർത്ത കാറ്റിൽ പോലും അരയാലിൻ്റെ ഇലകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ചലപത്ര എന്നൊരു പേരും അരയാലിനുണ്ട്. അരയാലിൻ്റെ മറ്റൊരു പേര് അശ്വത്ഥം എന്നാണ്. അശ്വം എന്നാൽ കുതിര. ഒരു നിമിഷം പോലും ശാന്തമായി ഇരിക്കുവാൻ സാധിക്കാത്ത ഒരു ജീവിയാണ് കുതിര. അതിൻ്റെ വാല്, കാല്, ചെവി എന്നിവയെല്ലാം എല്ലായ്പ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കുതിരയ്ക്കുണ്ട്. അതുപോലെ തന്നെ അരയാലിൻ്റെ ഇലകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് അരയാലിന് അശ്വത്ഥം എന്ന് പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. ബോധിവൃക്ഷം എന്നറിയപ്പെടുന്നതും അരയാലാണ്. ഗൗതമ ബുദ്ധന് ജ്ഞാനപ്രാപ്തി ലഭിച്ചത് അരയാൽ ചൂട്ടിൽ ധ്യാനനിരതനായിരുന്നപ്പോഴാണ്. അതിനാലാണ് അരയാലിനെ ബോധിവൃക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. അരയാലിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയും ശ്രീലങ്കയുമാണെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് അത് തെക്കേ ഏഷ്യയിലും പിന്നീട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. വളരെയധികം ആയുസ്സുള്ള ഒരു വൃക്ഷമാണ് അരയാൽ. ശ്രീലങ്കയിലെ അനുരാധപുരിയിലെ ആൽമരമായ മഹാബോധി വൃക്ഷത്തിന് 2250 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ഗൗതമ ബുദ്ധൻ ധ്യാനനിരതനായിരുന്ന ആൽമരത്തിൻ്റെ തൈയിൽ നിന്നാണ് ഇത് വളർത്തിയെടുത്തതെന്നാണ് വിശ്വാസം. ആര്യന്മാരുടെ പവിത്ര വൃക്ഷമായിരുന്നു അരയാൽ. ആര്യ എന്ന വാക്കിൻ്റെ പാലി രൂപാന്തരം ആര്യ എന്നാണ്. ആര്യ ആൽ ആര്യാലും പിന്നീട് അരയാലും ആയി മാറി എന്നാണ് പറയപ്പെടുന്നത്. ആനയുടെ ഇഷ്ടഭക്ഷണമാണ് അരയാലിൻ്റെ ഇല. അതിനാൽ അരയാലിന് കുഞ്ചരാശനം എന്ന് മറ്റൊരു പേരുകൂടി ഉണ്ട്. പൗരാണിക കാലം മുതലേ മനുഷ്യർ പവിത്രമായി കണക്കാക്കിയിരുന്നതും ദൈവികത കൽപ്പിച്ച് ആരാധിച്ചിരുന്നതുമായ ഒരു വൃക്ഷമാണ് അരയാൽ. ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതങ്ങൾ പവിത്രമായി കാണുന്നതുമായ ഒരു വൃക്ഷമാണ് അരയാൽ. ഹൈന്ദവ വിശ്വാസപ്രകാരം അരയാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ കുടികൊള്ളുന്ന പുണ്യവൃക്ഷമായി കണക്കാക്കപ്പെടുന്നു. അരയാലിൻ്റെ മൂലഭാഗം ബ്രഹ്മാവും മധ്യം വിഷ്ണുവും അഗ്രം ശിവനും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പണ്ടുകാലം മുതൽ തന്നെ ഇന്ത്യയിൽ അരയാൽ മരങ്ങളുടെ ചുറ്റും തറകെട്ടി സംരക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ചുവട്ടിൽ നല്ല തണൽ ലഭിച്ചിരുന്നതിനാലും വളരെയധികം പടർന്ന് പന്തലിച്ച് വളരുന്നതിനാലും പണ്ടുകാലത്ത് ഗ്രാമങ്ങളിലെ സഭകൾ കൂടിയിരുന്നതും ഈ ആൽത്തറകൾ കേന്ദ്രീകരിച്ചായിരുന്നു. സംഘകാലത്ത് ബോധിമണ്ഡ്രം എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമസഭകൾ കൂടിയിരുന്നതും ആൽമരങ്ങളുടെ ചൂട്ടിലായിരുന്നു എന്ന് സംഘകൃതികളിൽ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ പണ്ട് വിദ്യാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, വഴിയോരങ്ങൾ തുടങ്ങിയവയുടെ പരിസരങ്ങളിൽ ആൽമരം നട്ടു വളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആലുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലനാമമെങ്കിലും ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. അരയാലിൻ്റെ ഇലകൾ ഹൃദയാകാരമാണ്. അതിൻ്റെ അഗ്രം നേർത്ത് വാലുപോലെ കാണപ്പെടുന്നു. തളിരിലകൾക്ക് ഇളം ചുവപ്പ് നിറമാണ് ഉണ്ടാവുക. കാലക്രമേണ ഇവ പച്ച നിറം ആർജിക്കുന്നു. ഇവയുടെ പൂക്കൾ തീരെ ചെറുതാണ്. ഗോളാകൃതിയിലുള്ള ചെറിയ കായ്കളാണ് അരയാലിൽ ഉണ്ടാവാറുള്ളത്. ഇവ തണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. ഫലം പഴുത്തു പാകമാകുമ്പോൾ ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിൽ കാണപ്പെടും. കായ്കൾക്കുള്ളിൽ അനേകം ചെറുവിത്തുകൾ കാണപ്പെടുന്നു. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് അരയാലിൽ പൂക്കൾ ഉണ്ടാവുന്നത്. അരയാലിൽ പരാഗണം നടത്തുന്നത് ബ്ലാസ്റ്റോഫേജ് ക്വാഡ്രിസെപ്സ് എന്ന ചെറിയ ഷഡ്പദമാണ്. തീരെ ചെറിയ ഇതിൻ്റെ പൂക്കൾക്കുള്ളിൽ പരാഗണം നടത്തുവാൻ ഈ ചെറിയ ഷഡ്പദങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. എല്ലാ പ്രദേശത്തും ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരുവാനുള്ള കഴിവ് അരയാലിനുണ്ട്. മണ്ണില്ലാതെയും അരയാൽ വൃക്ഷങ്ങൾ വളരും.
മറ്റു മരങ്ങളിലോ പാറപ്പുറത്തോ മതിലുകളിലോ ഒക്കെ നിക്ഷേപിക്കപ്പെടുന്ന ഇതിൻ്റെ വിത്തുകൾ മുളച്ച് തൈകൾ വളരാൻ ആരംഭിക്കുന്നു. അല്പം പോലും മണ്ണില്ലാത്ത പാറകളിൽ പോലും ഇത് പറ്റിപ്പിടിച്ചു വളരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് ജലവും നൈട്രജനും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും സ്വീകരിച്ച് വളരുവാനുള്ള കഴിവ് ഇതിനുണ്ട്. കാലക്രമേണ വളരും തോറും ഇത് ആതിഥേയ വൃക്ഷത്തെയോ പാറകളെയോ മതിലുകളെയോ ഞെരിച്ചു പൊട്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്ത് ശക്തിയായി വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരുന്ന ആതിഥേയ വൃക്ഷത്തിന് ഇത് ഭീഷണിയാണ്. ആയുർവേദത്തിൽ പ്രഥമ സ്ഥാനമുള്ള ഒരു വൃക്ഷം കൂടിയാണ് അരയാൽ. പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകളിൽ അരയാലിനെ ആയുർവേദത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചുമ, ആസ്മ, വയറിളക്കം, ചെവിവേദന, പല്ലുവേദന, ഹെമറ്റൂറിയ അഥവാ മൂത്രത്തിൽ രക്തം കാണുന്ന അവസ്ഥ, മൈഗ്രെയിൻ, ചൊറി, നേത്രരോഗങ്ങൾ, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, അൾസർ, ഗൊണോറിയ, അസ്ഥി ഒടിവുകൾ, പ്രമേഹം എന്നിവയ്ക്കൊക്കെ ആയുർവേദത്തിൽ അരയാലിനെ ഔഷധമായി ഉപയോഗിക്കുന്നു. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സസ്യം കൂടിയാണ് അരയാലെന്ന് പറയപ്പെടുന്നു. ആയുർവേദത്തിൽ പരാമർശിക്കുന്ന നാൽപ്പാമരപ്പട്ടയിലെ ഒരംഗം കൂടിയാണ് ഈ അരയാൽ. അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ് നാൽപ്പാമരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷം കൂടിയാണ് അരയാൽ. അങ്ങനെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും വിശ്വാസ ആചാരങ്ങളിലും ആയുർവേദ ശാസ്ത്രരംഗത്തും വളരെ വലിയ സ്ഥാനമുള്ള ഈ പുണ്യവൃക്ഷത്തെക്കുറിച്ചുള്ള ചെറിയ അറിവുകളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.